നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നാഗരാജാവ് കോപിക്കുമെന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ സർപ്പശാപവും വാങ്ങി ഇവിടുന്ന് പോയാ അത് മരണത്തെക്കാളും ഭയാനകമാണ്. അതുകൊണ്ട് തന്നെയാ പാപപരിഹാരം ചെയ്യണമെന്ന് ഞാൻ വാശി പിടിച്ച് അവിടെ തന്നെ നിന്നത്. പക്ഷെ എന്തോ ഭാഗ്യം, നാഗരാജാവ് നമ്മളോട് ക്ഷമിച്ചു. അത്ഭുതം തന്നെയാ. ഇത്തരം കാര്യങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇപ്പോ എന്റെ ആ ചിന്താഗതി ഒക്കെ മാറി തുടങ്ങിയിരിക്കുന്നു. പാർവതി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പകല് നല്ല ധൈര്യത്തോടെ നാഗരാജാവിന് മുന്നിൽ കൈനീട്ടിയ പാർവതിക്ക് രാത്രി കറണ്ട് പോയപ്പോ പെട്ടെന്ന് എന്ത് സംഭവിച്ചു? പകല് കണ്ട ധൈര്യമൊന്നും അപ്പൊ കണ്ടില്ലല്ലോ. ഇരുട്ട് പേടിയാണോ? പക്ഷേ അപ്പൊ എനിക്ക് പേടി എന്നെ കുറിച്ചായിരുന്നില്ല, വിശാൽ സാറിനെ കുറിച്ചായിരുന്നു. കറണ്ട് പോയ സമയത്ത് വിശാൽ സാറിന് എന്തെങ്കിലും അപകടം ഉണ്ടായാലോ എന്നായിരുന്നു എന്റെ പേടി. എന്തപകടം? നിന്റെ നെറ്റിയിലെ ഈ സീമന്തരേഖയിലെ കുങ്കുമം മായാതിരിക്കാൻ നീ എന്ത് മരുന്നാണ് പുരട്ടാൻ പോകുന്നത്? നീ വിധവയാകും. നിന്റെ ഭർത്താവിനെ നീ തന്നെ കൊല്ലും. എന്ത് അപകടം ഉണ്ടാവുന്ന പാർവതി കരുതിയത്? അത് കാടല്ലേ സർ, കാട്ടില് ധാരാളം ഇഴജന്തുക്കൾ ഉണ്ടാവില്ലേ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉപദ്രവിച്ചാലോ എന്ന് കരുതിയാ ഞാൻ സാറിനോട് ഞാൻ കാറി കയറാൻ പറഞ്ഞത്. ഓ, അത് ശരി. പാർവതിക്ക് എന്റെ കാര്യങ്ങളിൽ ഒരു കരുതലാണല്ലേ? പിന്നെ ഞാൻ എന്നും വിശാൽ സാറിനെ എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കും. സാറിന് ഒരാപത്തും വരാതെ കാക്കേണ്ടത് എന്റെ കടമയാണ്. അതെന്റെ ഉത്തരവാദിത്വം. എന്റെ ജന്മ ഉദ്ദേശം പോലും അതാണ്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്. പാർവതി, നമുക്ക് ഇങ്ങനെ ഇരുന്നാ മതിയോ? പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ഇടയിലേക്ക് ഒരാൾ കൂടി വരണ്ടേ? ഒരു ജൂനിയർ വിശാല്, ഒരു ജൂനിയർ പാർവതി. ഇത് കേട്ടപ്പോ നാണം വരുന്നോ? പറയും. പാർവതിക്ക് ആൺകുഞ്ഞിനെയാണോ അതോ പെൺകുഞ്ഞിനാണോ ഇഷ്ടം? ഉദയനിരമ്മ അനുഗ്രഹിച്ചു തരുന്നത് ആണായാലും പെണ്ണായാലും നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കും. അതല്ലേ വേണ്ടത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.